അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താന്ന് നിങ്ങള് ഇത് കണ്ടോ, തെമൂല നമ്മളെ പാർസലാണ്. നാട്ടിൽ പോണത് പ്രമാണിച്ച് തെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. തെമൂന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ അമ്മയും ബാപ്പയും അല്ലാത്ത എല്ലാ സാധനവും കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മളെ പെരേക്കുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നടത്താൻ പോണത്. അപ്പൊ കൂടുതലൊന്നും നീട്ടുന്നില്ല, നമുക്കിത് പൊളിച്ചു നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ട് നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ സാധനം. ഇത് നമ്മള് ബാത്റൂമിലൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ, ഒരു സ്റ്റാൻഡ്. ഇതിന് ഒട്ടിക്കുന്ന 2 സാധനങ്ങൾ ഉണ്ട്. ഈ സാധനങ്ങൾ നമ്മൾ ചുമരിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഒട്ടിക്കുന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അടുത്ത സാധനം എന്താണെന്നുള്ളത് നോക്കാം. ഇതെന്താ പറയുക, ഇത് ചോറ് വാർക്കാനുള്ളതാണ്. നമ്മളെ ചെറുപയർ, ചോറ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ട് വാർക്കുമല്ലോ. വല്ലാത്തൊരു ഉറപ്പ്. സംഭവം 2 റുപ്യന്റെ സാധനമാണെങ്കിലേ ഇതിലിങ്ങനെ കഴുകുക, ഇങ്ങനെ പിടിച്ചാൽ ഈ ഓട്ട ഉണ്ടല്ലോ, ഈ ഓട്ടയെ കൂടി ഇങ്ങനെ വെള്ളം പുറത്തേക്ക് പോകും. മാഷാ അല്ലാഹ്, അടിപൊളി സാധനമല്ലേ. പിന്നെ ഇത് നമ്മളെ ഗോപ്രോന്റെ കവറാണ്. നമ്മളൊരു ഗോപ്രോ ക്യാമറ വാങ്ങിയതല്ലോ, അതിന്റെ വാട്ടർ പ്രൂഫ് ആട്ടത്. വാട്ടർ പ്രൂഫ് കവറാണ്. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ്. അപ്പൊ ഇതാണ് ഈ സാധനം, നമ്മളെ ഗോപ്രോന്റെ വാട്ടർ പ്രൂഫ് കവർ. ഓക്കെ, ഇതൊന്ന്. ഇതിന് എത്ര ചെറിയ പൈസ കണ്ട് വന്നിട്ടുള്ളൂ, 15 റുപ്യ, 12 റുപ്യ, 14 റുപ്യായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഏതാ നോക്കാം. ഇതാണ് അടുത്തത്, 3 റുപ്യ ദിർഹം. ഇത് നമ്മൾ സിങ്കിൽ ഇങ്ങനെ പാത്രം കഴുകുന്ന സിങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, കച്ചറകളൊക്കെ ഇതിൽ വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കളയാൻ പറ്റും. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സാധനം. നല്ല ഉപകാരമുള്ള സാധനങ്ങളാട്ടോ. പിന്നെ അടുത്ത ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. നമ്മളെ കീകളെ കാർ കീ, അതുപോലെ നമ്മളെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മൊബൈലിന്റെ എയർപോഡ്, ചാർജർ ഒക്കെ നമുക്ക് ഇവിടെ 1 2 3 4 5 6 ഒരു 10 15 നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത് ഫിക്സ് ചെയ്യണ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇത് നമുക്ക് വയർലെസ് ലീവർ മൈക്രോഫോൺ. ഇത് നമുക്കൊരു ഒരു ഫോണാണ്, അല്ല ഫോണല്ല, മൈക്കാണ്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു 2-in-1 C ടൈപ്പിന്റെ മൈക്കാണ്. ഇത് നമ്മളൊരു ഫ്രണ്ടിനുള്ള ഓർഡർ ആട്ടോ. ഇത് അത്യാവശ്യം വില ഉണ്ട്, ചെറിയ വിലയല്ല. ടൈപ്പ് സി ആണ്, 2 എണ്ണം ഉള്ളത്. ഓക്കെ, മാഷാ അല്ലാഹ്, ഇത് ചെറിയ വിലയല്ല, അത്യാവശ്യം വില ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്ന്. ഇനി അടുത്തത് എന്താ നോക്കാം. അടുത്ത ഇത് നമ്മളെ ക്യാമറ ഒക്കെ കാറിൽ മോൾഡ് ചെയ്യാൻ. കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കാറിന്റെ സൈഡിൽ, മുന്നിൽ നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമല്ലോ. അപ്പൊ ഇതിന്റെ ഫിക്സിങ് നമുക്ക് കാണാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് ആ സാധനം. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ. കണ്ടാൽ തുറന്ന് കാണിച്ചു തരാം, ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടാക്കണ്ട. ഇതാണ് സാധനം. ഇത് നമുക്ക് ഇവിടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ ഉറപ്പിക്കാം. ഉറപ്പിച്ചിട്ട് ഇതിമ്പോൾ ക്യാമറ വെച്ചാൽ ക്യാമറ കണ്ട 360 ഇങ്ങനെ തിരിയും, എങ്ങനെ വേണമെങ്കിലും തിരിയും. അപ്പൊ ഇതാണ് ഈ സാധനം. അതിന്റെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആവശ്യമുള്ള സാധനം കേട്ടോ, അതുകൊണ്ടാണ് ഇത് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് ഒന്ന്. ഓക്കെ, ഇനി അടുത്ത എന്താ നോക്കാം. പിന്നെ ഇതും ഇതേപോലെ ഇത് നമ്മൾ സോപ്പ് വെക്കുന്നതാണ്. സോപ്പ് ഇത് നിലത്ത് ഇങ്ങനെ ഉറപ്പിക്കുക. നമുക്ക് ഈ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ട് അതെങ്ങനെ നമ്മൾ കണ്ടാൽ നോക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. സോപ്പ് വെക്കാനുള്ളത് നമ്മൾ ഈ വാഷ് ബേസിന്റെ മുകളിൽ, സിങ്കിന്റെ മുകളിലൊക്കെ, നമ്മൾ ബാത്റൂമിലൊക്കെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, സോപ്പ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒറ്റി പോയിക്കോളും.
സോപ്പ് വെള്ളത്തിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇതിന്റെ ഉപയോഗം നമുക്ക് നോക്കാം, കണ്ടറിയാം. അപ്പൊ അതാണ് സാധനം. ഇനി അടുത്തത്, അല്ലാ ഇതൊക്കെ എന്തിൻ്റെതാണ്? ഇനി അടുത്തത് നോക്കാം. ഇവ ഇതൊരു അടിപൊളി സാധനമാണ്. പക്ഷെ ഇത് നമ്മൾ വിചാരിച്ച മാതിരി ലെങ്ത് ഇല്ല, ചെറിയ ലെങ്ത് ഉള്ളൂ. ഇത് നമ്മളെ ടാപ്പിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സിങ്കൊക്കെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇതുള്ളത്, ഫ്ലെക്സിബിൾ ടാപ്പ്. ഓക്കെ, 100 റുപ്യൻ്റെ സാധനമാണ്, പക്ഷെ അത്യാവശ്യം ഒക്കെ ഉപയോഗമുള്ള സാധനങ്ങളാട്ടോ. ഇതാണ് ഒരു സാധനം. പിന്നെ അടുത്തത് ഇത് ഹാങ്കറാണ്. അതിൽ നിങ്ങൾ ഡ്രസ്സൊക്കെ തൂക്കാൻ പറ്റും. ഇവിടെ പശയാണ്. ഒരിക്കലും ഇപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ചുമരിൽ ഒട്ടിക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് ഒരിക്കലും ആണി അടിച്ചിട്ട് ചുമര് കേടെടുത്തേണ്ട കാര്യമില്ല. അപ്പൊ ഈ സാധനം ചുമരിൽ ഒട്ടിക്കുകയാണ്. പശ എടുക്കുക, അങ്ങനെ ഒട്ടിച്ചാൽ നമുക്ക് ഇതിൽ ഇങ്ങനെ തൂക്കിടാം. ഒന്നത്. പിന്നെ പോയിട്ട് വന്നിട്ടും പിന്നെ ഇത് നമ്മൾ സൈക്കിളിലൊക്കെ ക്യാമറ വെക്കുന്നതാണ്. സൈക്കിളിന്റെ ഹാൻഡിൽ, ബൈക്കിന്റെ ഹാൻഡിലൊക്കെ നമുക്ക് ക്യാമറ വെക്കണമെങ്കിൽ ഈ സാധനമാണ് ഉപയോഗിക്കുക. ഇതിങ്ങനെ ലൂസാക്കി തുറന്നിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ പരിപാടി. ചെറിയ വിലക്ക് കിട്ടണമായതുകൊണ്ടൊക്കെ ഒന്ന് വാങ്ങി, അത്ര ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെയാണ് നമ്മളെ മെയിൻ സാധനം. ഇതാണ് നമ്മളെ ഇതെന്താണ്? ഇത് ടൂത്ത് പേസ്റ്റ് ഹോൾഡർ ആണ്. ഇത് അൺബോക്സിങ് നമുക്ക് ചെയ്യണം. അപ്പൊ ഇത് ഫിക്സ് ചെയ്യൽ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഒന്ന് അൺബോക്സ് ചെയ്യണ്ട നമുക്ക് ആദ്യം. ഇതിവിടെ എത്തിക്കണോ? അവിടെ പിന്നുണ്ടല്ലോ, കവർ ഇട്ടടാ. അതാണ് ടൂത്ത് പേസ്റ്റ് ഹോൾഡർ മക്കളെ. ഇനി അവിടെയും ഇവിടെ ഒന്നും ടൂത്ത് പേസ്റ്റ് ഇട്ടുകാണ്ട് ഇങ്ങനെ ബ്രഷ് ഒന്നും ഇട്ടുകാണ്ട് നടക്കണ്ട. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ തൂക്കാൻ പറ്റും. വാവ്, അതിന് കവറും ഉണ്ട്. ഇത് ഒട്ടിക്കണതാണ് കേട്ടോ. ഒട്ടിക്കുന്നുണ്ട്, നമ്മൾ ഒട്ടിച്ച് കാണിച്ചു തരും. പിന്നെ നമുക്ക് ഇവിടെ പേസ്റ്റ് വെക്കാം. പേസ്റ്റ് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ ബ്രഷ് ഉള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഇടാക്കിയാൽ പേസ്റ്റ് ടൈം വരും. എടുക്കാൻ പിടിച്ച് ഞെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ 2 ബ്രഷും ഇവിടെ 2 ബ്രഷും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സംഗതി. ഇതാണ് സോളാർ പവേർഡ് ഫൗണ്ടെയിൻ പമ്പ്. ഇതാണ് നമ്മളെ മെയിൻ സാധനം കേട്ടോ. ഇതിനു വേണ്ടി ഇപ്പം നമ്മൾ കാത്തിരുന്നത്. ഇത് നമ്മളെ ടാങ്കിൽ, ഫിഷ് ടാങ്കിൽ വെക്കാനുള്ളൊരു സോളാറിന്റെ മോട്ടറാണ്. വെറും മോട്ടറല്ല, വെള്ളം മറ്റേ എന്താവും വാട്ടർഫാൾസ് ആണ് നമുക്ക് കിട്ടാൻ പോണത്. എത്ര ചെറുതാടവനെ. ഇതാണ് അതിന്റെ പാനല്. നോക്കിയ പാനല്, സോളാർ പാനൽ, ബാറ്ററി. ഇതാണ് മോട്ടർ. ഇത് 10 വാട്ട്സിന്റെ മോട്ടറൊക്കെ തന്നെയാണോ? 10 വാട്ട്സിന്റെ ഒരു മോട്ടർ, സോളാർ ലൈറ്റ് അല്ല സോളാർ പാനല്. നമ്മൾ ഇത് മുകളിൽ സോളാറിൽ വെക്കും. ഇത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി ഇങ്ങനെ വെള്ളം പൊന്തുന്നാണ് ഇവർ പറയണത്. അപ്പൊ അതിന്റെ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ സോളാറിൻ്റെ മോട്ടർ ഫിക്സ് ചെയ്തത് ഈ ഫിഷ് ടാങ്കിലാണ്. ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് ഓർഡർ ചെയ്ത് വരുത്തിയത്. പക്ഷേ കുറച്ച് ചെറുതായിപ്പോയി. പക്ഷെ അത്രയും കുളത്തിൻ്റെ വലിപ്പമുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇത്ര ചെറുതായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കണ്ടീഷനിലെത്തിയത്. എന്തായാലും ഇതാണ് അവസ്ഥ. ഇത്രയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. പക്ഷെ ഇന്ന് വെയിൽ കുറവാണ്, അതുകൊണ്ടാണ് ഫോഴ്സ് ഇല്ലാത്തത്. വെയിൽ കൂടുതലുണ്ടെങ്കിൽ നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം തരുമെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് പ്രോഡക്റ്റാണ് ഏറ്റവും ഇഷ്ടമായത് എന്നും മൊത്തത്തിൽ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ളൊരു അഭിപ്രായവും നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.